ഇവിടെ വിട്ട് ഓഫ് റോഡ്. മഴ പാടി തന്നു, മഴ പണി തന്നു. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം ഗൈസ്. അതന്നെ വഴിയുണ്ടാ. ഗോപ്ര അടിച്ചു പോവോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അകമല വാട്ടർഫോൾസ് കാണാൻ ഇറങ്ങിയതാട്ടോ. ഈ ഭാഗത്ത് എവിടെയാണ്ടാണ് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെള്ളമൊക്കെ ഇതിന് ഒഴിച്ചു വരുന്നത് കാണാനുണ്ട്. അപ്പോൾ ഇത് ഏതോ ഈ ഭാഗത്താണോ അതോ ആ ഭാഗത്താണോ എന്നൊരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി കൂടുന്ന അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ വന്നാൽ എങ്ങനെ അവിടെ എത്തിയെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഞങ്ങളിതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ കേട്ടോ. നമ്മളെ മച്ചാതപ്പോൾ തന്നെ മുന്നോട്ട് പോയി തുടങ്ങി. അപ്പോൾ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതൊന്ന് പോയി കണ്ടിട്ട് വാ. മഴ പാടി തന്നു, മഴ പണി തന്നു. ദൈവമേ, എടാ മഴ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിന് മുമ്പിൽ വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിമെൻ്റ് ഇട്ട് വഴി വരും. കുറച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു വഴി വരും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ റബ്ബറിൻ്റെ സൈഡിൽ കൂടെ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഞാൻ. അപ്പോൾ എന്തായാലും കുറച്ച് ഇവിടെ മുള്ളൂർക്കിൽ നിങ്ങൾ അകമല വാട്ടർഫോൾസ് ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ വരും. ചെറിയൊരു സൈഡ് വഴി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് കൂടെ അങ്ങോട്ട് പോവാം. കംപ്ലീറ്റ് ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ വഴി കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വരിക, എന്നിട്ട് പണി മേടിക്കണ്ടല്ലോ. അപ്പോൾ സൈഡിൽ കൂടെ തന്നെ തോട്ടിൽ കൂടെ വെള്ളം വരണമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ചെറിയൊരു സൈഡ് വഴിയാണ്. അപ്പോൾ മൊത്തം കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് അങ്ങനെ നേരിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് പോയിട്ട് വണ്ടി വെച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ വണ്ടി ഏതുവരെ പോകാൻ നമുക്ക് നോക്കാം കേട്ടോ. ചെറിയൊരു വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ആശ്വാസമൊക്കെ കിട്ടും. ഇതുവരെ വണ്ടി വരുന്നുണ്ടാവുള്ളൂ. ഇനി അങ്ങോട്ട് പോകേണ്ടത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ദൈവമേ. സോ ഗൈസ്, നമ്മൾ ആ സിമെൻ്റ് ഇട്ട വഴിയിൽ നിന്ന് വന്നിട്ട് ആ റബ്ബറിൻ്റെ സൈഡിലുള്ള വഴി കയറി വന്നു കഴിഞ്ഞാൽ ഇതുവരെ വരത്തിട്ടോ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വണ്ടി അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ ഇതേനെ ക്രോസ് അടിച്ചിട്ട് മേലെ കയറ്റിയിട്ട് അവിടെ വയ്ക്കുക. അവിടെ വെച്ചതിന് ശേഷം ലെഫ്റ്റിക്ക് തിരിയുക കേട്ടോ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു പാറ കാണാൻ പറ്റും. അപ്പോൾ ആ പാറയുടെ അവിടെ നിന്ന് മേലേക്ക് കയറി പോയാൽ മതി കേട്ടോ. അവിടെ വഴി ഉണ്ട് കേട്ടോ കയറി പോകാൻ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടോ. ഇതല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നിങ്ങൾ വിചാരിക്കും ഇതല്ല, അതിൻ്റെ ടോപ്പിലാട്ടോ, ആ കാണുന്ന സംഭവത്തിലാണ്. ഇതന്നെ വഴിയുണ്ട് കേട്ടോ. ഇതന്നെ അങ്ങനെ സ്റ്റെപ്പ് പോലെ വഴിയുണ്ട് മേലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അപ്പോൾ വരേണ്ടത് വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മുടെ മച്ചാനായിട്ട് കണ്ടുപിടിച്ച്. അപ്പോൾ ചെറിയൊരു കോല കൈ പിടിച്ചിട്ടുണ്ടാവും, എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കയറാം. അപ്പോൾ ഫ്രണ്ടിൽ ഇവനെ വിടണം, ഞാൻ പോവാം ഫ്രണ്ടിൽ വേണമെങ്കിൽ. നിനക്ക് പേടിയുണ്ടോ? എന്നാൽ പോ. ഇവിടെ കംപ്ലീറ്റ് കല്ല് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തണുത്ത വെള്ളം കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ കല്ലുകളാണ്. അപ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ട, വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വഴുക്കലൊന്നുമില്ല, നൈസായിട്ട് കയറാം. ഞാൻ കയറാം, മാറ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. നമുക്കിതിൻ്റെ മേലെ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ പോകണം. നല്ലൊരു ആംബിയൻസ് ആട്ടോ, സൂപ്പർ സ്ഥലം. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ വേസ്റ്റ് ആക്കാണ്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക. അല്ലാണ്ട് ഇവിടെ വേസ്റ്റ് ആക്കിയിട്ടൊന്നും പോകരുത്. കയറി കൂട്ടാ. ഓക്കെ, നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് നമ്മൾ ഈ വെള്ളം വരുന്നിടത്ത് കൂടെ ഇങ്ങനെ പോന്നാൽ മതി. നൈസായിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് കയറി പോവാം കേട്ടോ. അവിടേക്ക് വരണം. ഇതൊരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കണ്ട. നമുക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ മാക്സിമം ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോവുക കേട്ടോ. മലയാറ്റൂർ കയറണ പോലെ കേട്ടോ. ഇത് നല്ലൊരു ആംബിയൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴ്ചയാണ്. അപ്പോൾ സൂപ്പറായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കറക്റ്റ് കാണാം. ആ സംഭവം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണണമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ പോവാം. വാ. അപ്പോൾ ഇനി ഞാൻ കയറാം കേട്ടോ. ഓക്കെ, ബാ. ഇവിടെ വിട്ട് ശരിക്കും ഇവിടെ വരുമ്പോൾ ശരിക്കും ബൂട്ടൊക്കെ വേണം. നമ്മൾ ബൂട്ടൊന്നും എടുത്തില്ല. ഇതിൻ്റെ പാറയുടെ ഇടയിലായിട്ടൊരു മരം നിൽക്കണമെങ്കിൽ കാണാം.
എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുമെന്ന് അറിയില്ല. വലിയൊരു മരം കിതക്കി കിട്ടോ. ഇന്നും വെള്ളം എടുത്തിട്ടില്ല. സ്റ്റെപ്പായിട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് നൈസായിട്ട് കയറി വരാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം ഗൈസ്. വഴുക്കലും കാര്യങ്ങളൊന്നുമില്ല, ഇതാണ് വെള്ളച്ചാട്ടം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ കാണുന്നൊക്കെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നൈസ് വ്യൂ കിട്ടും. ഫുള്ള് ഇങ്ങനത്തെ കല്ലാട്ടോ. അത് എനിക്ക് തോന്നുന്നത് എന്താ സംഭവിച്ചത്, പൊട്ടി. അയ്യോ നമ്മുടെ മച്ചാൻ വന്നില്ലേ, വാ കയ്യായിട്ട്. കയ്യൊന്നും വേണ്ട, നാണം കെടുത്ത അതന്നെ വഴിയുണ്ടോ ഗൈസ്. ഇതിന് സൈഡിൽ കൂടെ വഴിയുണ്ട്, നമ്മളത് അറിഞ്ഞില്ല. നമ്മൾ ഈ കല്ലൊക്കെ കയറിയിട്ടാണ് വന്നിട്ടോ. അതായാലും കുഴപ്പമില്ല, നമ്മൾ കയറി വന്നുകൊണ്ട് വ്യൂ കിട്ടിയില്ലേ കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ മലയൊക്കെ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ കല്ലും കാലയൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ഇപ്പോൾ ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയെന്ന് പറയാം. നല്ല വ്യൂ കേട്ടോ, രക്ഷയില്ല. ഇപ്പോൾ ഇത് വെള്ളം കുറവാട്ടോ. ഇപ്പോൾ ഈ വെള്ളം കുറവാണ്. ഇതിന് വെള്ളം കൂടുതലുള്ള സമയത്ത് വരികയാണെങ്കിൽ, ഒരു മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ നൈസാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മഴ കിട്ടി, പക്ഷെ അപ്പോഴേക്കും നല്ല വിശ്വാസം എടുക്കാൻ പറ്റില്ല. ഗോപറൊക്കെ അടിച്ചു പോകുന്നുള്ള പേടികൊണ്ട് അതെടുത്തില്ല. അപ്പോൾ ഇതാ സൂപ്പർ കേട്ടോ. കുറേ വീഡിയോയിൽ അതിൻ്റെ മേലേക്ക് കയറുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ നിന്നാണ് വെള്ളം വരുന്നത്. അടിപൊളി കേട്ടോ, വൈബ് സ്ഥലമാണ്. അതേപോലെ അവിടെ ഉണ്ടൊരു സ്പോട്ട്, ജസ്റ്റ് ഞാൻ അതൊന്നും കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മുള്ളൂർക്കരയിലുള്ളൊരു സ്ഥലമാണ്, അങ്ങനെ അധികം ആരും അറിയപ്പെടാത്തൊരു സ്ഥലം കേട്ടോ. അതെ, പരന്ന് ഒഴുകണം. അതിപ്പോൾ ആ ഭാഗത്ത് നിന്ന് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. ഇതിന് ടോപ്പ് വ്യൂക്കുള്ള പോകാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ സീനാട്ടോ, ഒരു മല മൊത്തം ഇങ്ങനെ കാണാം. അടിപൊളി. എൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടി 6 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാം കേട്ടോ. ഇനി നമുക്ക് ഈ വ്യൂ കണ്ടു നമുക്ക് അപ്പുറത്തെ വ്യൂക്ക് പോകണം. അപ്പോൾ നമ്മുടെ അനിയൻ നേരത്തെ നടന്നു തുടങ്ങി കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല, കിഡിലും വ്യൂ കേട്ടോ. ഇവിടെ കുറച്ചുകൂടി മഴ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കിഡിലും വ്യൂ ആയിരിക്കും. നമുക്ക് ഈ നല്ല രീതിയിൽ വെള്ളം വരും. അപ്പോൾ ഇത് പൊട്ടൊലിച്ചിറങ്ങും. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ഭാഗത്തുനിന്നല്ലേ വെള്ളം വരുന്നുള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടും വെള്ളം വരുന്ന സ്ഥലം കേട്ടോ ഇത്. അപ്പം പക്ഷെ ഇത്രയും കുന്നിൻ്റെ മുകളിൽ ഇത്രയും നമ്മൾ ടോപ്പിലോട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ മരം ഒന്ന് ആലോചിക്കുക, എന്ത് മരം എന്ന് അറിയത്തില്ല. അല്ല കട്ടൊക്കെ നല്ല സ്ട്രോങ്, എന്തോ കൂടും കാര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മരമുള്ള കാരണം കേട്ടോ ഇത്രയും പാറ അവിടെ നിൽക്കണേ. അതിലും ഈ പാറ ഫുള്ള് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ആ മരം എന്ന് വേണമെങ്കിൽ പറയാം. ആ മരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാറയൊക്കെ അടയെ ഇളകി പോരും കേട്ടോ. എന്തായാലും നൈസ് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു ടോപ്പിലെത്തി. ഇതിന് മേലേക്ക് എങ്ങനെ വെള്ളം വരുന്നത് ഞാൻ ആലോചിക്കണേ. ഇതാണ് ഏകദേശം അതിൻ്റെ ടോപ്പ്. ഇതിന് മുകളിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നത് ഞാൻ ആലോചിക്കണേ ഗൈസ്. രക്ഷയില്ല, പെട്ട സ്ഥലം കേട്ടോ. ഈ മരം കൊമ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ വ്യൂ കാണാം അപ്പുറത്തുള്ളത് ഗൈസ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാം. നൈസ് വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി സ്ഥലം. എങ്ങനെയുണ്ടോ അച്ഛനെ? നമ്മൾ വീടിൻ്റെ അടുത്ത് ഇത്രയും അടിപൊളി സ്ഥലമുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഫസ്റ്റ് 6 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന്. അടിപൊളി വൈബാട്ടോ. അതിൻ്റെ മേലേക്ക് കയറാം, ഇതിന് മേലേക്ക് കയറാനൊക്കെ പറ്റും. മരം നിൽക്കണുണ്ടോ? അതല്ലടാ, ഇതേനെ പോവാം, ഇതേനെ സൈഡിൽ കൂടെ പോവാം. പക്ഷേ ഇതിന് മേലെ എനിക്ക് തോന്നുന്നത് മറ്റേ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തും കേട്ടോ ഈ വഴി. ഇത് മേലേക്ക് കയറിയാണെന്നെങ്കിൽ. പക്ഷേ സംഭവം നൈസായിട്ട് അടിപൊളി സ്പോട്ട്, രക്ഷയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാം. മണ്ണൊന്നും ഇല്ലാണ്ട് ഫുള്ള് മണ്ണൊന്നുമില്ല, പക്ഷെ മരം ഉണ്ട് അവിടെ. അതാണ് ഹൈലൈറ്റ് കഴിച്ചത്. അതേപോലെ ഒരു മരം അവിടെയും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ള കാരണം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും വരണം, എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഓരോരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യലായിരിക്കും നമ്മുടെ ഈ ചാനലിലൂടെ കാണാൻ പോകുന്നത്. രക്ഷയില്ല, പൊളി സ്ഥലം കേട്ടോ. എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം.
കിടലം പറഞ്ഞാൽ കിടലം അൽപ്പൊളി കട്ടോപ്പൊളി. നമ്മളതിനെ നോക്കിയൊക്കെ അവിടെ വാടാ വന്ന് എൻജോയ് ചെയ്യാം. വേറൊരു വിഷമകരം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൂട്ടിയുടെ കവറ്, മിഠായി കവറ്, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇടരുത് ഗൈസ്. മാക്സിമം ഇവിടെയൊക്കെ നിന്ന് സേഫായിട്ട് നോക്കുക. നമുക്ക് ഇനി കുറച്ച് കാലങ്ങൾ ഇതൊക്കെ വേണ്ടേ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജനറേഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ നശിപ്പിക്കരുത് കേട്ടോ. ഇവിടെയൊക്കെ ലൈസ് പാക്കറ്റ് അങ്ങനത്തെ സംഭവമൊന്നും ഇടരുത്. കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ നിന്നിട്ട് വൃത്തികേടാക്കരുത്. ഇവിടെ നല്ലൊരു വ്യൂ നോക്കി ഒരു രക്ഷ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് നോക്കണ്ട, നമ്മളിപ്പോൾ അറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് പോകാട്ടോ. അപ്പോൾ അകപ്പല വാട്ടർഫോൾസിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറച്ച് നേരം ചില്ലായി. മേലൊക്കെ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. അപ്പോൾ സംഭവം കണ്ടില്ലേ, നൈസ് വ്യൂ ആട്ടോ കൈസ്. ഒരു രക്ഷയിലെ കിടിലം വൈബ്, ഒരു രക്ഷയിലെ കൈസ്. ഒന്നും കൂടി കാണിച്ചു തരാം. പൊളി സാധനം. അപ്പോൾ എന്തായാലും കൈസ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അടുത്ത ഒരു എക്സ്പ്ലോർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. പോകാൻ പറ്റണം നോക്കണം ഗൈസ്. പോകാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി അടിച്ച് പൊളിക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ഞങ്ങളൊരു തോർത്ത് കൈ പിടിക്കുന്നതായിരിക്കും ഗൈസ്. പൊളിച്ചടക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സെൻഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്. ഗൈസ് ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വന്ന വഴിയൊക്കെ ഇറങ്ങി പോകണം. കേരളം വെള്ളച്ചാട്ടം കണ്ട മൂക്കിൽ നമ്മളിങ്ങനെ കയറി പോകുന്നു. ഇനി ഇറങ്ങി പോകണം. അവിടെ ഒരു വഴി കാണാണ്ട് ആ വഴിയാണ് നമ്മൾ പോയി പിടിച്ചു നോക്കണം. അങ്ങനെ പോയി അങ്ങനെ വരാമെന്നുള്ളൊരു ഭൂമി ഉറണ്ടതല്ലേ ഗൈസ്. എവിടെയെങ്കിലൊക്കെ ഞാൻ ഇറങ്ങാം. ഫ്രണ്ടിൽ ഞാൻ പോവാം. ഇതൊക്കെ തിരിച്ചിറങ്ങാനാട്ടോ ഏറ്റവും പാട്. സീനാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ വെട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരുട്ട് പിടിച്ച് ആകെ മഴക്കാറൊക്കെ കയറി ഇപ്പോൾ പെയ്യുന്നുള്ള ലെവലിലായിരുന്നു ഇപ്പോൾ നമ്മൾ പോണ്. അപ്പോൾ എന്തായാലും 6 കിലോമീറ്റർ നമ്മൾ നനഞ്ഞ് പോകേണ്ടി വരും മോനൂസേ. നോക്കിപ്പോട്ടോ. എടാ എന്നെ എടുക്കടാ. ഇവിടെ ഒന്നെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീട് പോലും ഇല്ലാട്ടോ ഗൈസ്. ചുമ്മാ പറഞ്ഞ അവിടെ അടുത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. വെറുതെ തള്ളി. അപ്പം പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേ നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. എന്തായാലും ഇറക്കല്ലേ. ആനകൾക്ക് ഇറക്കം കണ്ടു കഴിഞ്ഞാൽ പതുങ്ങണ പോലെ നമ്മൾ ചെറുതായി ഒന്ന് പതുങ്ങിയതാ. ലെവലായിട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മഴയും കിട്ടി. ഫോൺ വരുന്നുണ്ട് കണ്ടോ. ഇത്രയും നല്ല വഴിയോടെ കടന്നിട്ടാ നമ്മൾ ഈ പാറയുടെ മേലെ കൂടെ പോകുന്നടാ മണിയേ. ഈ വഴിയുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും മണ്ണാണ്. നമ്മൾ സ്ലിപ്പായി പോവും. അതാണ് മെയിൻ സീൻ. ഇതേ എത്ര എളുപ്പത്തിൽ വരരുത് കേസ്. അതിന് നമ്മൾ ആ കല്ലൊക്കെ കയറി വന്ന് ഇറങ്ങിയില്ലെങ്കിൽ കാലൊക്കെ ഒന്ന് തെന്നിയാൽ മതി. നമ്മൾ അവിടെ കിടക്കും. ഓക്കെ.